വളരെ രസകരമായ ഒരു കാര്യം ഈ കോളിൽ മക്കോഞ്ചെ അദ്ദേഹം ഒറ്റൊരു ഓവർ എറിഞ്ഞിട്ടുള്ളൂ. ആ ഓവർ 2 വിക്കറ്റ് നേടി. പിന്നെ അദ്ദേഹത്തിന് ബോൾ കൊടുത്തിട്ടില്ല. നീഷമിന് പക്ഷേ അടികെട്ടിയിരുന്ന നീഷമിന് 3 ഓവർ കൊടുക്കുകയും ചെയ്തു. അതായത് പിന്നെ ഒരുപക്ഷെ അത് തിരിച്ചടിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമായിരുന്നു. എങ്കിൽ കൂടി ന്യൂസിലാൻഡ് അത് ഫിന്നലൻ്റെയും സൈഫർട്ടിൻ്റെയും ഇന്നിങ്സോടുകൂടി അത് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പം ഈ കളിയിലേക്ക് വരുമ്പോൾ 2 ക്യാപ്റ്റന്മാരുടെ മത്സരം എന്ന രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നത്. ഒന്ന് ഐഡൻ മാർക്രം, അദ്ദേഹം വേൾഡ് ക്രിക്കറ്റിലെ ഏറ്റവും നല്ല T20 ക്യാപ്റ്റന്മാരിൽ ഒരാളാണ്. അതുപോലെ ഈ സാന്നർ എന്ന് പറയുമ്പോൾ കെയ്ൻ വില്യംസിന്റെ പിൻഗാമിയാകാൻ എന്തുകൊണ്ടും താൻ പിന്നെ ഓക്കെ ആണെന്ന് തെളിയിച്ച ഒരു T20 ക്യാപ്റ്റനാണ്. 2 ക്യാപ്റ്റന്മാരുടെ തന്ത്രങ്ങളായിരുന്നു. ഇതിൽ ഏറ്റവും രസകരമായ ഈ തന്ത്രം എന്നുള്ളത് ഈ കോൾ മക്കോഞ്ചെ ഒരു ഓവറിൽ 9 റൺസ് വഴങ്ങി 2 വിക്കറ്റ് എടുത്ത് അദ്ദേഹത്തിന് പിന്നീട് ഓവറേ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ടാക്ടിക്കൽ തീരുമാനങ്ങൾ ഈ മത്സരത്തിലുണ്ടായിരുന്നു. ആ തീരുമാനങ്ങളൊക്കെ എങ്ങനെ കാണുന്നു? എന്നാലും ഇന്നത്തെ ഒരു മത്സരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ആ സെഞ്ചുറിയുടെ ഒരു നേട്ടം എന്ന് പറഞ്ഞു, അത് ഗംഭീരമായിട്ടുള്ളൊരു നേട്ടമാണെങ്കിൽ പോലും ഇന്ന് ആ ഒരു കളിയോട് കൂടെ തന്നെ ഒരു കൗതുകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ ലോകകപ്പിൽ 2024 ലോകകപ്പിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്ക ആയിരുന്നല്ലോ മത്സരിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ഈ സ്കോർ എന്ന് പറയുന്നത് ഇതേ ഒരു സ്കോറിലായിരുന്നു. അന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആയിരുന്നെങ്കിലും രണ്ടാമത് ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക അന്നെടുത്ത റൺസും വിക്കറ്റും എങ്ങനെയാണോ അതേ ഒരു പൊസിഷനാണ് ഇന്നും ഉണ്ടായത് എന്നുള്ളതാണ്. 169, 8 വിക്കറ്റിന് 169 എന്നുള്ള ആ ഒരു സ്കോർ അന്നും അതേ ഒരു ലെവലായിരുന്നു. അതായത് അന്ന് പിന്നെ ഇവർ തോൽക്കുന്നു, ദക്ഷിണാഫ്രിക്ക തോൽക്കുന്നു. ഇന്ന് സെമിയിലാണ് ആ തോൽവി എന്നുള്ളതാണ് ഒരു കൗതുകരമായ സ്കോർ എന്നുള്ളതാണ്. കാരണം 169-8 ഇന്നും അതേ 169-8 എന്നുള്ള ആ ഒരു സ്കോർ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ കളിയെ സംബന്ധിച്ചിടപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ എത്രത്തോളം നന്നായി കളിച്ചാലും ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് റൗണ്ടിൽ അവർ വരികയാണെങ്കിൽ 4 എല്ലാ കളിയും ജയിക്കുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ അതായത് സൂപ്പർ 8 വരുമ്പോൾ 3 കളിയും ജയിക്കുന്നു. ഒരു ഘട്ടത്തിലും അവർക്കൊരു തകർച്ചയില്ല, പതർച്ചയില്ല. ആ ഘട്ടത്തിൽ വരുന്നു. പിന്നീട് ഈ വരുന്ന ന്യൂസിലാൻഡിനെ കൊണ്ട് അവർ ആ വന്ന കളിച്ച കളിയെല്ലാം മറന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ എങ്ങനെയാണ് ഇന്ന് നമ്മൾ കളി അത്ഭുതത്തോടു കൂടി അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കിപ്പോവാണ്. കാരണം അവരുടെ ഒരു സ്കോർ ഇന്നിപ്പോൾ അവർ ടോസ് നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ ബാറ്റിങ്ങിന് ഇറങ്ങുന്നത് എന്നുള്ള. പക്ഷേ ഈഡൻ ഗാർഡൻസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു വെടിക്കെട്ട് ഒരു കളി ഉണ്ടാകും, അവരുടെ ബാറ്റിംഗ് നന്നായി വെടിക്കെട്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമുക്ക് കാണുന്നു. പക്ഷേ പവർ പ്ലേയിൽ അവർക്ക് ഒരു ഘട്ടത്തിലും അവർക്കൊരു മെജോറിറ്റി കിട്ടുന്നില്ല. ഒരു 10 ഓവറൊക്കെ കഴിയുമ്പോഴേക്കും അവരുടെ 5 വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ പിന്നീട് അവിടെ ഒരു രക്ഷകരായി വരുന്നത് മാർക്കോ യാൻസനാണ്. അതുപോലെ സ്റ്റെപ്സ് ഉൾപ്പെടെ ഇവരുടെ ഒരു കൂട്ടുകെട്ടാണ് പിന്നീട് അവർക്കൊരു സ്കോർ മികച്ച രീതിയിൽ കൊടുക്കുന്നത്. ഈ യാൻസൻ്റെ ഒരു 55 റൺസ് അതാണ് ശരിക്കും അവരെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിക്കുന്നത്.